പേട്ട റെയിൽവേ ഹോസ്പിറ്റലിന്റെ ശുചിമുറിയിൽ നിന്ന് വെടിയുണ്ടകൾ കണ്ടെത്തി. RPF പരിശോധന നടത്തി. ജിബിൻ JB വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. ജിബിൻ, എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മനസ്സിലാകുന്ന വിവരങ്ങൾ? ഇന്ന് രാവിലെ 9 മണിയോട് കൂടിയാണ് പേട്ട റെയിൽവേ ആശുപത്രിയിലെ ശുചിമുറിയിൽ നിന്ന് 9 mm-ന്റെ 7 വെടിയുണ്ടകൾ കണ്ടെത്തുന്നത്. ഇത് എങ്ങനെ അവിടെ എത്തിയെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും പരിശോധന നടക്കുന്നതേയുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി റെയിൽവേ ഇന്റലിജൻസ് ഒരു സ്പെഷ്യൽ സംഘം തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. അതായത് ഇന്ന് രാവിലെ 9 മണിയോടുകൂടി ഈ ശുചിമുറി ക്ലീൻ ചെയ്യാനായി എത്തിയ ജീവനക്കാരിയാണ്, ശുചിമുറി ശുചീകരിക്കാനായി എത്തിയ ജീവനക്കാരിയാണ് ബാത്റൂമിനുള്ളിൽ ഇത്തരത്തിൽ ഈ 7 വെടിയുണ്ടകൾ കാണുന്നത്. ഇത് സേനയുടെ ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന വെടിയുണ്ടകളാണെന്നാണ് പ്രാഥമിക നിഗമനം. ഇത് റെയിൽവേയുടെ ആശുപത്രിയാണ്. അപ്പോൾ ചികിത്സയ്ക്കായി എത്തിയ ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നോ മറ്റ് ജീവനക്കാരുടെ ഭാഗത്തുനിന്നോ വീഴ്ചയുണ്ടായി ഇത് ശുചിമുറിയിൽ ഉപയോഗിച്ചതാണോ എന്നുള്ള സംശയത്തിലാണ് നിലവിലുള്ളത്. എന്തായാലും ഈ ശുചിമുറിയിൽ നിന്ന് കണ്ടെത്തിയ 7 വെടിയുണ്ടകൾ ഇപ്പോൾ പോലീസ് സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. വലിയൊരു സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ഫോഴ്സിന്റെ ഔദ്യോഗികമായി അവരുടെ ഫോഴ്സിന്റെ ആവശ്യങ്ങൾക്ക് സേവനങ്ങൾക്കായി നൽകുന്ന വെടിയുണ്ടകളാണ് ഇങ്ങനെ ഒരു ശുചിമുറിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് ഇപ്പോൾ റെയിൽവേ ഇന്റലിജൻസ് തന്നെ കടന്നിരിക്കുകയും ചെയ്യുന്നത്. ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു ജിബിൻ JB. പേട്ട റെയിൽവേ ഹോസ്പിറ്റലിന്റെ ശുചിമുറിയിൽ നിന്നുമാണ് ഈ നിലയിൽ വെടിയുണ്ടകൾ കണ്ടെത്തിയത്. എന്തായാലും വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.